ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പുതിയ പദ്ധതിയുമായി കേരള പോലീസ്. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഡ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. പവൻ വില 1 ലക്ഷം കടന്നു. ഗ്രാമിന് 12,700 രൂപ. ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ മാസം 27-ന് മണ്ഡലപൂജ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. പട്ടികയിന്മേലുള്ള പരാതികൾ അടുത്ത മാസം 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. സഹായത്തിനായി 1950 എന്ന നമ്പരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ എല്ലാ സമ്മതിദായകരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മലപ്പുറത്ത് അടുത്ത മാസം നടക്കുന്ന വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂർ അനുമതിയില്ലാത്ത വിജയാഘോഷ പരിപാടികൾക്ക് ഇന്നു മുതൽ നിരോധനം ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ആലപ്പുഴയിലെ നെടുമുടി, കരുവാറ്റ, കാർത്തികപ്പള്ളി, തകഴി, പുറക്കാട് എന്നിവിടങ്ങളിലും കോട്ടയത്തെ കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വെള്ളൂർ എന്നിവിടങ്ങളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റബ്ബർ പാലിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഭദ്രം എമൽഷൻ പെയിന്റുകളുടെ ആദ്യഘട്ട ഫോർമുലകൾ പൂർത്തിയായി. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി VN വാസവൻ കോട്ടയത്തെ പുതുപ്പള്ളി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നിർവഹിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്ന് ഉയർന്ന ഗുണമേന്മയുള്ള പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ചത്. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ പൂർത്തിയാകുന്നതോടെ ക്രിസ്മസ് അവധിക്കായി ഇന്ന് സ്കൂളുകൾ അടയ്ക്കും. ഇത്തവണ 12 ദിവസത്തെ അവധിക്ക് ശേഷം ജനുവരി 5-ന് തുറക്കും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പുതിയ പദ്ധതിയുമായി കേരള പോലീസ്. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഡ എന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ സമ്മതപത്രം DGP റവാഡ ചന്ദ്രശേഖറിന് CII പ്രതിനിധികൾ കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് സ്വകാര്യ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് അഥവാ പോഡ പദ്ധതി കേരള പോലീസ് നടപ്പാക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യങ് ഇന്ത്യൻസിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20ഓളം സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. പദ്ധതിയുടെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതിജ്ഞ ജോലിയിൽ ചേരുന്ന സമയത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങും. ആവശ്യമെങ്കിൽ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയമാകണം. പ്രകൃതി ഭംഗിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇടുക്കിയിലെ വാഗമണ്ണും പരിസരവും. എന്നാൽ ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങൾക്കായി മേഖലയിലേക്ക് വലിയ തോതിൽ ലഹരിമരുന്ന് എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ആശങ്കയുണർത്തുന്നു. ഇതിനെ നേരിടാൻ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഏറെ നിർണായകമാകുന്ന ജലത്തിനടിയിലെ ROV പരിശോധന ഇന്ന് തുടങ്ങും. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇത് പൂർത്തിയായ ശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കും. മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ മാസം 26-ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ.
ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചു. അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിന് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ 1973 ശബരിമലയിൽ സമർപ്പിച്ചതാണ് തങ്കയങ്കി. 3 ദിവസങ്ങളിലായി 76 സ്വീകരണയിടങ്ങൾ പിന്നിട്ടാണ് 26 വൈകിട്ട് സന്നിധാനത്തെത്തുക. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് ഇന്ന് പുറത്തിറക്കും. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000 പൂച്ചെടികൾ ഇത്തവണ പുഷ്പമേളയിൽ കാണാനാകും. മേള അടുത്ത മാസം 4-ന് സമാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ സർവകാല റെക്കോർഡ്. പവൻ വില 1 ലക്ഷം കടന്നു. ഇന്ന് 1,760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയായി. ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയിലെത്തി. വൻകിട നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തുകയാണെങ്കിൽ വിലയിൽ ചെറിയ കുറവ് ഉണ്ടായേക്കുമെന്ന് കരുതുന്നു. അതേസമയം സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വില $4,500 കടന്നു മുന്നേറിയാൽ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ശക്തമായ വിലക്കയറ്റവും ഉണ്ടായേക്കാം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വന്യജീവി സങ്കേതത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ഓപ്പറേഷൻ ആറളം ഫാം ഗജമുക്തി പദ്ധതി ഇന്ന് പുനരാരംഭിച്ചു. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് 2 ദിവസത്തെ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അത്യാധുനിക ഡ്രോണുകളും ക്യാമറ ട്രാപ്പുകളും ഉപയോഗിച്ച് ഫാം ഏരിയയിലെ ആനക്കൂട്ടങ്ങളെയും ഒറ്റയാനകളെയും കണ്ടെത്താനുള്ള ശ്രമമാണ് രാവിലെ ആരംഭിച്ചത്. കൊട്ടിയൂർ റേഞ്ച് ഓഫീസറും ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനും ഇൻസിഡന്റ് കമാൻഡർമാരായി പ്രവർത്തിച്ചു വരുന്നു. 2 പ്രത്യേക ഡ്രൈവിംഗ് ടീമുകളെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. പാലപ്പുഴ ഓടന്തോട് പാലം, ഓടന്തോട് സ്കൂൾ ജംഗ്ഷൻ, ബ്ലോക്ക് 6 ചെക്ക് പോസ്റ്റ്, താളിപ്പാറ ജംഗ്ഷൻ, ബ്ലോക്ക് 13 ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് റോഡിലിറങ്ങിയത്. സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും വാഴകളും മറിച്ചിട്ടു. ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. അവസാന 3 മത്സരം തിരുവനന്തപുരത്ത് നടക്കും. US ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. LVM-3 M6 വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് നാളെയാണ് വിക്ഷേപണം. LVM-3യുടെ 6ാമത് വിക്ഷേപണമാണിത്. വിശദാംശങ്ങളിലേക്ക്. യുഎസിന്റെ AST സ്പേസ് മൊബൈൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ രാവിലെ 8:54-നാണ്. ലോ എർത്ത് ഭ്രമണപഥത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹവും ഇന്ത്യയിൽ നിന്ന് LVM-3യിലൂടെ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ പേലോഡുമായിരിക്കും ബ്ലൂബേർഡ് ബ്ലോക്ക് 2. പ്രത്യേക ഹാർഡ്വെയർ ഇല്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ടുള്ള സെല്ലുലാർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനുള്ള AST സ്പേസ് മൊബൈലിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ഉപഗ്രഹം. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ചൌധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. കാർഷിക പുരോഗതിക്കും കർഷകരുടെ അഭിവൃദ്ധിക്കുമായി ചൌധരി ചരൺ സിംഗ് നൽകിയ സംഭാവനകൾ രാജ്യം എന്നും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പുതിയ പദ്ധതിയുമായി കേരള പോലീസ്. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഡ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. പവൻ വില 1 ലക്ഷം കടന്നു. ഗ്രാമിന് 12,700 രൂപ. ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ മാസം 27-ന് മണ്ഡലപൂജ. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.